നൊയമ്പുകാലം 4-ാം വാരം ചൊവ്വ. തിരുവചനം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയുമെടുത്ത് നടന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങൾ. വേദനിക്കുന്നവരുടെ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നവനാണ് ദൈവം. വന്ധ്യയായ ഹന്ന നിന്ദിക്കപ്പെട്ടപ്പോൾ അവൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. അവളുടെ അധരം മാത്രമേ ചലിച്ചുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ നുറുങ്ങിയ ഹൃദയത്തിന് ദൈവം നൽകിയ സമ്മാനമാണ് സാമുവൽ. ഇന്നത്തെ സുവിശേഷത്തിൽ ബെത്സൈദ കുളത്തിനരികെ ഒരു രോഗി കിടക്കുകയാണ്. 38 വർഷമായി അവിടെ കിടക്കുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. ഒരു പ്രാർത്ഥന സഹായം യാചിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞ് യേശു ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ ഒരു രോഗി തൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിസ്സഹായനാണ്. തൻ്റെ ഉള്ളു കാണുന്ന യേശു, കരുണാർദ്രനായ യേശു അടുത്ത് ചെന്ന് തൻ്റെ സഹായഹസ്തം നീട്ടുന്നു.